സ്നേഹം ബഹുമുഖ തേജസ് നിറഞ്ഞത്. ഈ വിഷയത്തെ സംബന്ധിച്ച് അല്പമായിട്ട് നമുക്ക് ചിന്തിക്കാം. സ്നേഹം എന്ന പദം ഒരുപക്ഷെ ബൈബിളിലുള്ള എല്ലാ പദങ്ങളിലും ഏറ്റവും മനോഹരമായ ഒന്നാണ്. എങ്കിലും പലരും അതിൻ്റെ വാസ്തവത്തിലുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലാത്തതിനാൽ അതിൻ്റെ ബഹുമുഖ തേജസ് അവരൊരിക്കലും ആസ്വദിച്ചിട്ടില്ല. സ്നേഹത്തെപ്പറ്റിയുള്ള തങ്ങളുടെ ചിന്താഗതിയിൽ ദൈവവചനത്തിൻ്റെ ഉപദേശത്തെക്കാൾ അധികം 20-ാം ശതകത്തിലെ കല, ചലച്ചിത്രം, കാൽപ്പനിക സാഹിത്യം എന്നിവയുടെ സ്വാധീനത്തിന് വശംവദരായിട്ട് പല യുവദമ്പതികളും യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആരോഗ്യകരവും ആനന്ദസന്ദായകവുമായ അനുഭവം നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. സ്നേഹത്തിൻ്റെ വാസ്തവമായ അർത്ഥം മനസ്സിലാക്കാത്തത് മൂലം പല വിവാഹങ്ങളും തകർന്നു പോകുവാൻ ഇടയായിട്ടുണ്ട്. ലൈംഗികമായി എതിർ വകുപ്പിൽപ്പെട്ട ഒരു വ്യക്തിയുടെ സാന്നിധ്യത്താൽ ഉളവാകുന്ന വൈകാരിക ആഹ്ലാദത്തെ യഥാർത്ഥ സ്നേഹമായി പലരും പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോയി പലരും വിവാഹം കഴിക്കുകയും അല്പകാലത്തിന് ശേഷം തങ്ങൾ സ്നേഹമെന്ന് കരുതിയത് സ്നേഹമായിരുന്നില്ലെന്നും അത് വൈകാരികമായ മതിമോഹം ആയിരുന്നുവെന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഒരു യുവാവ് ഏതെങ്കിലും ഒരു യുവതിയുമായി സ്നേഹബന്ധത്തിൽ അകപ്പെടുന്നു. അനന്തരം താൻ ഏറ്റവും ഒടുവിൽ കണ്ട ഫിലിമിലെയോ വായിച്ച പുസ്തകത്തിലെയോ നായകൻ്റെ സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവളെ വിവാഹം കഴിക്കുവാൻ സാധിക്കുന്ന പക്ഷം പിന്നീട് എല്ലാ കാലത്തേക്കും തങ്ങൾക്ക് ആനന്ദപൂർണരായി ജീവിതം നയിക്കാമെന്ന് വ്യാമോഹിക്കുന്നു. എന്നാൽ പ്രേമബന്ധത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത് മതിമോഹത്തിലകപ്പെട്ട് സ്ത്രീപുരുഷന്മാർ ജീവിച്ചു പോന്ന സ്വപ്നലോകത്തെ തകർക്കുവാനുള്ള ഒരു കഴിവ് വിവാഹത്തിനുണ്ട്. അതവരെ മോഹത്തിൽ നിന്നുണർത്തി യഥാർത്ഥ ലോകത്തിലേക്ക് ആനയിക്കുന്നു. മതിമോഹം അന്ധമാണ്, വിവാഹമോ കണ്ണു തുറപ്പിക്കുവാൻ പര്യാപ്തവും. യഥാർത്ഥ സ്നേഹം എന്താണ്? ബൈബിൾ സ്നേഹത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. അല്ലാത്ത പക്ഷം ലക്ഷക്കണക്കിന് യുവജനങ്ങളും വിവാഹിതരായ സ്ത്രീപുരുഷന്മാരും സഞ്ചരിക്കുന്ന പരാജയത്തിൻ്റെ പാതയിൽ കൂടി നാമും സഞ്ചരിക്കേണ്ടി വരും. പുതിയ നിയമത്തിൻ്റെ മൂലം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. ആ ഭാഷയിൽ സ്നേഹമെന്ന അർത്ഥം കുറിക്കുവാൻ 4 വാക്കുകളുണ്ട്. അഗപ്പെ, ഫീലിയ, സ്റ്റോർജ്, ഇറോസ് എന്നിവയാണ് ആ പദങ്ങൾ. ഇവയിൽ സ്റ്റോർജ് എന്നത് മാതാപിതാക്കൾക്ക് മക്കളോടും മക്കൾക്ക് മാതാപിതാക്കളോടുമുള്ള സ്നേഹത്തെ കുറിക്കുവാൻ മാത്രമാണ് മിക്കവാറും ഉപയോഗിക്കപ്പെടുന്നത്. ഇവിടെ നാം സ്ത്രീപുരുഷ സ്നേഹത്തെപ്പറ്റിയാണല്ലോ ചിന്തിക്കുന്നത്. അതിനാൽ സ്റ്റോർജ് എന്ന പദത്തെ മാറ്റിവെച്ചിട്ട് മറ്റു 3 പദങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. അഗപ്പെ, ഫീലിയ, ഇറോസ് എന്നീ പദങ്ങൾ സ്നേഹത്തിൻ്റെ 3 തലങ്ങളെ കുറിക്കുന്നവയാണ്. ഈ തലങ്ങൾ യഥാക്രമം മനുഷ്യൻ്റെ ആത്മാവ്, ദേഹം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏറ്റവും താഴത്തെ തലത്തിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഇറോസ് ശാരീരിക ആസക്തിയുടെ രൂപത്തിലുള്ള സ്നേഹത്തെ കുറിക്കുന്നു. ചൂടുള്ള അസഹനീയമായ ആഗ്രഹം എന്നാണ് ചിലർ അതിനെ നിർവചിച്ചിട്ടുള്ളത്. സ്ത്രീ പുരുഷന്മാരിൽ ഒരാളുടെ ശരീരത്തിന് മറ്റേയാളുടെ ശരീരവുമായുള്ള ഏകീഭാവത്തെ അത് കുറിക്കുന്നു. ഒരാളുടെ ശാരീരിക സുഖേച്ഛയെ തൃപ്തിപ്പെടുത്തുവാൻ മറ്റേയാൾക്കുള്ള കഴിവിൽ അധിഷ്ഠിതമായ ഒരു സ്നേഹമാണത്. എപ്പോഴും തനിക്ക് എന്തെങ്കിലും ലഭിക്കണമെന്ന് മാത്രമാണ് ഈ മനോഭാവമുള്ളയാളുടെ ആഗ്രഹം. അടുത്ത പദം ഫീലിയ എന്നതാണ്. ഗ്രീക്കിൽ സ്നേഹത്തെ കുറിക്കുവാൻ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന പദമാണിത്. വാത്സല്യപൂർവ്വമുള്ള കരുതലിനെയും സുഹൃത്ത് ബന്ധ രൂപത്തിലുള്ള സ്നേഹത്തെയുമാണ് ഇത് കുറിക്കുന്നത്. സ്നേഹപൂർവ്വം ഹൃദയത്തിൽ വഹിക്കുകയും ലാളിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലടങ്ങിയ ആശയം. വിവാഹബന്ധത്തിൽ ഒരാളുടെ ദേഹിക്ക് മറ്റേയാളുടെ ദേഹിയുമായുള്ള ഏകീഭാവത്തെയാണിത് കാണിക്കുന്നത്. പലപ്പോഴും ബുദ്ധിപരവും വൈകാരികവുമായ പൊരുത്തത്തിൽ അധിഷ്ഠിതമായിട്ടുണ്ടാകുന്ന ഒരു സ്നേഹമാണിത്. ഇത് ശാരീരിക സ്നേഹത്തെ കവിയുന്നതാണെങ്കിലും ഇതും സ്വാർത്ഥനിഷ്ഠമായി തീരുവാൻ സാധ്യതയുണ്ട്. കാരണം താൻ വിലമതിക്കപ്പെടുന്നുവെന്നോ മറ്റേയാൾക്ക് ആവശ്യത്തിൽ താൻ സഹായിയും സംരക്ഷകനുമായി തീരുന്നുവെന്നോ ഉള്ള തോന്നലിൽ നിന്നാണ് ഇതിൽ സംതൃപ്തി ജനിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തെ കുറിക്കുന്ന അഗപ്പെ എന്നതാണ് 3-ാമത്തെ പദം. പരിശുദ്ധാത്മാവിനാൽ നമ്മിൽ ചൊരിയപ്പെടുന്ന സ്നേഹമാണിത്. റോമർ 5:5 ശ്രദ്ധിക്കുക. വിവാഹബന്ധത്തിൽ ഒരാളുടെ ആത്മാവിനും മറ്റേയാളുടെ ആത്മാവുമായി ഉണ്ടാകുന്ന ഏകീഭാവം അത്ര ഇത്. ഇത് തന്നെ മറ്റുള്ളവർക്കായി നൽകുന്ന കാൽവറി സ്നേഹമാണ്. വില്യം ബാർക്ലെ കൂടുതൽ പുതിയ നിയമ പദങ്ങൾ ദ മോർ ന്യൂ ടെസ്റ്റ്മെൻറ്റ് വേഴ്സ് എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു: അഗപ്പെ അജയ്യമായ പരോപകാര തൽപരതയാണ്, കീഴടക്കുവാനാവാത്ത സന്മനസ്സാണ്. അത് കേവലം ഒരു വികാര തരംഗമല്ല, മനസ്സിലെ ബോധപൂർവമായ ഒരു ഉറപ്പ്, ജീവിതത്തിൽ ബോധപൂർവമായ ഒരു പ്രവർത്തന ശൈലിയായിത്തീരുന്നതാണത്. ഇച്ഛാശക്തിയുടെ കരുതിക്കൂട്ടിയുള്ള ഒരു നേട്ടവും കീഴടക്കലും വിജയവുമാണത്. ഈ സ്നേഹം സാഫല്യദശയിലെത്തിക്കുവാൻ മനുഷ്യൻ്റെ എല്ലാ കഴിവും ആവശ്യമാണ്. അതിൽ അവൻ്റെ ഹൃദയം മാത്രമല്ല, മനസ്സും ഇച്ഛാശക്തിയുമെല്ലാം വ്യാപരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനെ ഭരിക്കുകയും ദൈവസ്നേഹം അവൻ്റെ ഉള്ളിൽ ചൊരിയുകയും ചെയ്തല്ലാതെ
ഒരുവന് ഈ സ്നേഹമുള്ളവനായി തീരുവാൻ സാധ്യമല്ല. ഒരു ഗ്രീക്ക് ലെക്സിക്കണിൽ അഗപ്പയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: അത് തനിക്ക് സ്നേഹപാത്രമായ വ്യക്തിയെ സ്വന്തം തീരുമാനപ്രകാരം തിരഞ്ഞെടുക്കുന്നു. സ്വാർത്ഥത്യാഗപരമായ അനുകമ്പയോടാണിത് ചെയ്യുന്നത്. സ്നേഹം അതിൻ്റെ പരിപൂർണവും പരമോന്നതവുമായ രൂപത്തെ പ്രാപിക്കുമ്പോൾ അത് അഗപ്പയായിത്തീരുന്നു എന്ന് പറയാം. അതിൻ്റെ ഉറവിടം ദൈവം തന്നെ. ഈ പദത്തിൻ്റെ ക്രിയാത്മക രൂപത്തിന് അതിന് പാത്രമായി തീരുന്ന ആളോട് ദയ കാണിക്കുക എന്നാണ് അർത്ഥം. ഇച്ഛാശക്തിയുടെ പ്രവർത്തനത്തോട് ബന്ധപ്പെടുത്തിയുള്ള പ്രയോഗമാണിത്. അഗപ്പയുടെ ക്രിയാരൂപമായ അഗപ്പാൻ എന്നതിന് വിലമതിക്കുക, കരുതൽ കാണിക്കുക, ഒരാളിൽ ആനന്ദിക്കുക, ഒരു വ്യക്തിയോട് വിശ്വസ്തത പുലർത്തുക എന്നെല്ലാമാണ് അർത്ഥം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട സ്നേഹത്തോട് ബന്ധപ്പെടുത്തുമ്പോൾ ആ വ്യക്തി മറ്റേയാളെ അന്തമറ്റ വിധം വിലപ്പെട്ട ഒരാളായി കരുതുക എന്ന് ഈ പദം അർത്ഥമാക്കുന്നു. അവർക്ക് അന്യോന്യം കരുതൽ ഉണ്ടായിരിക്കണം. ഒരാൾ മറ്റേയാളിൽ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യണം. ഓരോരുത്തരും മറ്റേയാളിനോട് വിശ്വസ്തത പുലർത്തുകയും വേണം. ബൈബിൾ അഗപ്പയെ ഇപ്രകാരം നിർവചിക്കുന്നു: അതൊരിക്കലും നശിക്കാത്ത ക്ഷമയോടുകൂടിയതാണ്. രചനാത്മകമായ ഒരു മാർഗത്തിലൂടെ പ്രവർത്തിക്കുവാൻ അത് ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും തനിക്കായി തന്നെ കൈയടക്കി വയ്ക്കുവാൻ അത് ആഗ്രഹിക്കുന്നില്ല. അത് തന്നെപ്പറ്റി മതിപ്പുളവാക്കുവാൻ ആകാംക്ഷ കാണിക്കുകയോ തൻ്റെ തന്നെ പ്രാധാന്യത്തെപ്പറ്റി വലിപ്പം ഭാവിക്കുന്ന ചിന്തകൾ പുലർത്തുകയോ ചെയ്യുന്നില്ല. അത് ഭവ്യതയോടെ പെരുമാറുന്നു. സ്വാർത്ഥലാഭം അന്വേഷിക്കുന്നില്ല. ഈർഷ്യാകുലത്വം അതിനുണ്ടാകുന്നില്ല. അത് ദോഷം കണക്കിലെടുക്കുന്നില്ല. മറ്റുള്ളവരെ ദുഷ്ട സ്വഭാവമോർത്ത് സന്തോഷിക്കുന്നുമില്ല. നേരെ മറിച്ച് സത്യം ജയിക്കുമ്പോൾ അതെല്ലാ നല്ല മനുഷ്യരോടുമൊപ്പം സന്തോഷിക്കുന്നു. അതിൻ്റെ സഹനശീലത്തിന് അറുതിയില്ല. അതിൻ്റെ വിശ്വാസം ഒരിക്കലും തകരുന്നില്ല. അതിൻ്റെ പ്രത്യാശ ഒരിക്കലും മങ്ങിപ്പോകുന്നില്ല. അതെല്ലാറ്റിനെയും അതിജീവിക്കുന്നു. യഥാർത്ഥത്തിൽ മറ്റുള്ളതെല്ലാം വീണുപോകുമ്പോഴും നിലനിൽക്കുന്നത് അതൊന്നു മാത്രമാണ്. 1 കൊരിന്ത്യർ 13:4-8 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അഗപ്പയുടെ മറ്റൊരു നിർവചനം ഇതാ. അതിന് താഴെ പറയുന്ന ഗുണങ്ങളുണ്ട്: സംശയിക്കുവാൻ താമസം, വിശ്വസിക്കുവാൻ വേഗത, കുറ്റം വിധിക്കുവാൻ താമസം, നീതീകരിക്കുവാൻ വേഗത, വ്രണപ്പെടുത്തുവാൻ താമസം, സംരക്ഷിക്കുവാൻ വേഗത, കുറ്റം തുറന്നു കാട്ടുവാൻ താമസം, മറക്കുവാൻ വേഗത, ശാസിക്കുവാൻ താമസം, സഹിഷ്ണുത കാട്ടുവാൻ വേഗത, പുച്ഛിക്കുവാൻ താമസം, അഭിനന്ദിക്കുവാൻ വേഗത, അവകാശപ്പെടുവാൻ താമസം, കൊടുക്കുവാൻ വേഗത, കോപിപ്പിക്കുവാൻ താമസം, അനുരഞ്ജിപ്പിക്കുവാൻ വേഗത, തടസ്സപ്പെടുത്തുവാൻ താമസം, സഹായിക്കുവാൻ വേഗത, നീരസപ്പെടുത്തുവാൻ താമസം, ക്ഷമിക്കുവാൻ വേഗത. ഒരു വിശ്വാസിയുടെ വിവാഹ ജീവിതത്തിൽ മേൽപ്പറഞ്ഞ എല്ലാത്തരം സ്നേഹങ്ങളും ഉണ്ടായിരിക്കണം. എങ്കിലും അവയുടെ ഉചിതമായ ക്രമത്തിലാണവ നിൽക്കേണ്ടത്. ഒന്നാമത് അഗപ്പെ, രണ്ടാമത് ഫീലിയ, മൂന്നാമത് ഇറോസു. ഇത് 1 തെസ്സലോനിക്കർ 5:23 പ്രബോധനപ്രകാരമാണ്. അവിടെ ആത്മാവിനെ ഒന്നാമതും ദേഹിയെ രണ്ടാമതും ശരീരത്തെ മൂന്നാമതുമാണ് പരിഗണിച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച ക്രമമാണിത്. എങ്കിലും വീഴ്ച പറ്റിയ മനുഷ്യനിൽ ഈ ക്രമം നേരെ മറിച്ചായി തീർന്നിട്ടുണ്ട്. തന്മൂലം അവൻ്റെ സ്നേഹസങ്കല്പവും തലതിരിഞ്ഞു പോകാനിടയായി. ഒരാളുടെ ജഡമനസ്സിനും ശരീരത്തിനും മറ്റേ ആളുടെ ജഡമന ശരീരങ്ങളോട് തോന്നുന്ന ആകർഷണത്തെയാണ് ലോകം സ്നേഹമെന്ന് വിളിക്കുന്നത്. അത് കേവലം ഫീലിയായും ഇറോസും മാത്രമാണ്. കഷ്ടമെന്ന് പറയട്ടെ, ചിലപ്പോൾ ഇറോസ് മാത്രവുമാണ്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അഗപ്പെ എന്ന ഘടകം ഉൾക്കൊണ്ടിട്ടില്ലാത്ത യാതൊന്നും സ്നേഹമെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യമല്ല. പ്രണയബദ്ധത, ഫോളിങ് ഇൻ ലവ്, പ്രണയബദ്ധനായി തീരുക എന്നതൊരു വിശ്വാസിക്ക് യോജിച്ചതാണ്. പ്രണയബദ്ധത എന്നതിന് എന്തർത്ഥമാണ് നിങ്ങൾ നൽകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ഉത്തരം. പെട്ടെന്നൊരു മനുഷ്യനെ ബാധിച്ച് അവൻ്റെ മേൽ ആധിപത്യം ചെലുത്തുന്ന ഒരു ശക്തിയായിട്ടാണ് ലോകം പ്രണയത്തെ അഥവാ സ്നേഹത്തെ കരുതുന്നത്. ഇപ്രകാരം പ്രണയത്തിലകപ്പെട്ട ഒരു വ്യക്തിക്ക് ഏതെങ്കിലും കാരണവശാൽ താൻ സ്നേഹിച്ചയാളിനെ വിവാഹം ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ആജീവനാന്തം അഥവാ വീണ്ടും പ്രണയബന്ധത്തിലാകുന്നതുവരെ ദുഃഖപൂർണനായി കഴിയുകയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ലെന്നാണ് ലോകത്തിൻ്റെ ചിന്ത. ഇന്നത്തെ സിനിമയും പോപ്പ് സംഗീതവുമെല്ലാം ഒരു വലിയ അളവ് വരെ പ്രേമനൈരാശ്യമെന്ന ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഫീലിയായുടെയും ഇറോസിൻ്റെയും തലങ്ങളിൽ മാത്രമേ ഈ ലോകത്തിന് സ്നേഹത്തെപ്പറ്റി ചിന്തിക്കുവാൻ സാധിക്കുന്നുള്ളൂ എന്നതാണ് ഈ ചിന്താഗതിക്ക് കാരണം. ഈ വിധത്തിലുള്ള ഒരു പ്രണയബന്ധം അഥവാ ഫോളിങ് ഇൻ ലവ് ഒരു വിശ്വാസിക്ക് ഒരിക്കലും യോജിച്ചതല്ല. ഒരു ദൈവപൈതലിന് സ്നേഹം അഗപ്പേ തലത്തിൽ ആരംഭിക്കുന്നതും ആത്മീയമായ ആകർഷണത്തിൽ അധിഷ്ഠിതവുമായിരിക്കണം. ആ അടിസ്ഥാനത്തിൽ മാത്രമേ അയാൾ പ്രണയബദ്ധനായി തീരാവൂ. തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുവാനും അവ തന്നെ കീഴടക്കുവാൻ ഇടയാകാതെ സൂക്ഷിക്കുവാനും സാധിക്കുമാറ് പരിപൂർണമായി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അയാൾ ജീവിക്കണം. ഒരു ക്രിസ്ത്യാനി മറ്റേതൊരു ജീവിത മണ്ഡലത്തിലും എന്ന പോലെ പ്രേമത്തിൻ്റെ കാര്യത്തിലും ദൈവാത്മാവിനാൽ ഭരിക്കപ്പെടണം. ദൈവം നിങ്ങളുടെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തിട്ടുള്ള ആളിങ്കലേക്ക് നിങ്ങളെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ ആളുമായി മാത്രമേ നിങ്ങൾ പ്രണയബന്ധത്തിലാകുവാനും പാടുള്ളൂ. അങ്ങനെയെങ്കിൽ നാം എത്ര കരുതലുള്ളവരായി ജീവിക്കണം.
ഒരു വ്യക്തിയുമായി പ്രണയബന്ധത്തിലായ ശേഷം കുറേ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് മനസ്സുമാറി വീണ്ടും മറ്റൊരാളുമായി പ്രണയബന്ധത്തിലാകുന്ന അവിശ്വാസിയെപ്പോലെ നാം ഒരിക്കലും തീരുവാൻ പാടില്ല. ഒരു വിശ്വാസി ഒരിക്കലും തൻ്റെ വികാരങ്ങളുടെ ഒരു കളിപ്പാവയായി തീരരുത്. അയാളുടെ സ്നേഹം തൻ്റെ ഇച്ഛാശക്തിയിലാണ് ഉത്ഭവിക്കേണ്ടത്, വികാരങ്ങളിലല്ല. എന്തെന്നാൽ വികാരങ്ങൾ വളരെ വഞ്ചനാത്മകങ്ങളായി തീരുവാനിടയുണ്ട്. സ്നേഹത്തിൻ്റെ മനോഭാവങ്ങൾ ഇല്ലാത്തവരായി നാം തീരരുത്. എങ്കിലും ഇച്ഛാശക്തിയുടെ മണ്ഡലത്തിലുള്ള സ്നേഹത്തെയാണ് നാം പിന്തുടരേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ക്രൂശ് നിരന്തരമായി അതിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ നാം അനുവദിക്കുകയും നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളെ നാം മരിപ്പിക്കുകയും ദൈവഹിതം മാത്രം കൈക്കൊള്ളുകയും ചെയ്യുമ്പോഴേ ഇത് സാധ്യമാവുകയുള്ളൂ. എപ്പോഴെങ്കിലും ലൈംഗികമായി മറുചേരിയിൽപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുകയും ആ വ്യക്തിയിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുന്നതായി തോന്നുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വാഭാവിക സ്നേഹഭാവങ്ങളുടെ മേൽ ക്രൂശ് നിർദ്ദയം പ്രവർത്തിക്കുവാൻ നിങ്ങൾ അനുവദിക്കുകയും, അതായത് അത് രഹസ്യമായി പോലും, ആ വ്യക്തിയുമായി അപ്രകാരം വൈകാരികമായ അടുപ്പത്തിലകപ്പെടാതെ നിങ്ങൾ സ്വയം സൂക്ഷിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ദൈവഹിതം എന്തെന്ന് നിർണയം വരുത്തുവാൻ നിങ്ങൾക്ക് കഴിവുണ്ടാകുകയുള്ളൂ. ആ കാര്യത്തിൽ ദൈവഹിതം എന്തെന്ന് നിങ്ങൾ കണ്ടെത്തുന്നതുവരെ വികാരപരമായ അടുപ്പത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രനായിരിക്കണം. അല്ലാത്തപക്ഷം നിങ്ങളുടെ വികാരങ്ങൾ യുക്തിചിന്തയെ മന്ദീഭവിപ്പിക്കുകയും അന്തിമമായി നിങ്ങൾ വഴിതെറ്റുവാൻ ഇടയാകുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാനും കഴിയും. ഒടുവിൽ പശ്ചാത്താപത്തിനിട നൽകുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളെ നയിക്കാതെ സൂക്ഷിച്ചു കൊള്ളേണ്ടതാണ്. നിങ്ങളുടെ സ്നേഹം അത് രഹസ്യമായി പോലും നിങ്ങൾ ഒരാൾക്ക് നൽകിയ ശേഷം ദൈവം നിങ്ങൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ വ്യക്തിയെ അല്ല എന്ന് കണ്ടെത്തുവാൻ ഇടയാകുന്നത് ഒരു ദുരന്ത അനുഭവമാണ്. നിങ്ങളെ തന്നെ വികാരപരമായി ആ ആളിൽ നിന്ന് വേർപെടുത്തുക എന്നത് ആ സമയത്ത് വളരെ ദുഷ്കരമായിരിക്കും. ഇപ്രകാരമുള്ള ഒരു അനുഭവം അനേകം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മനസ്സിൽ നിന്നത് നീക്കം ചെയ്യുവാൻ എളുപ്പമുള്ളവയല്ല. നിങ്ങൾ വേറൊരാളെ വിവാഹം ചെയ്ത ശേഷവും വീണ്ടും വീണ്ടും ആ കാര്യം ബോധമണ്ഡലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു കഴിവ് മനുഷ്യ മനസ്സിനുണ്ട്. ആ സന്ദർഭത്തിൽ കുറ്റബോധവും പശ്ചാത്താപവും നിങ്ങളുടെ മനസ്സിനെ പീഡിപ്പിക്കുകയും നിങ്ങളുടെ വ്യക്തിത്വത്തെ മുറിപ്പെടുത്തുകയും നിങ്ങളുടെ വിവാഹ ജീവിതത്തെ തകരാറിലാക്കുകയും ചെയ്യുവാൻ സാധ്യതയുണ്ട്. ശാരീരിക സൗന്ദര്യവും അംഗകാന്തിയും മൂലം ആകർഷിക്കപ്പെട്ട് വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ യുവാക്കന്മാർ പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കണം. യഥാർത്ഥ സ്നേഹമില്ലാത്തിടത്ത് ശാരീരിക ആകർഷണത്തെ കർശനമായി ഒഴിച്ചു നിർത്തേണ്ടതാണ്. യഥാർത്ഥ സ്നേഹമുള്ളിടത്ത് എന്തായാലും ശാരീരിക ആകർഷണത്തിനായിരിക്കുകയില്ല പ്രധാന സ്ഥാനം. മറ്റു കാര്യങ്ങൾ എന്ന പോലെ സ്നേഹത്തിൻ്റെ കാര്യത്തിലും ദൈവവചനം നമുക്ക് നൽകുന്ന കൽപ്പന ഇതാണ്: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി, അഥവാ പുതിയ ജീവിത മാതൃകയും പുതിയ മനോഭാവവും ഉള്ളവരായിത്തീരുക. ആ നിലയിൽ നാം രൂപാന്തരപ്പെടുവാനായിട്ട് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. റോമർ 12:2.